സ്ഥലത്ത് പോവുകയാണ്. അമ്പാടിയുടെ എഴുത്തിന് കൊണ്ടുപോവുകയാണ്. ആ വീഡിയോയിലേക്ക് കടക്കാം. ബൈ. सरस्वती नमस्कृत्यं वरदे कामरूपिणी विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा गणपतये नमः सरस्वती ചേട്ടന്മാരുടെ കയ്യിൽ നിന്ന് കാണിച്ചോളൂ. വന്നിട്ടുണ്ടായിരുന്നു കൂടെ മനസ്സിലായി. ഇഷ്ടമാണോ സ്കൂളിൽ പോകാനൊക്കെ? കൂട്ടുകാരൊക്കെ ഉണ്ട്. കളിക്കാനൊക്കെ ഇഷ്ടമല്ലേ? പഠിക്കാൻ ഇഷ്ടമാണോ? അതും ഇഷ്ടമായി അല്ലേ? സ്കൂളിൽ പഠിക്കാനായില്ലേ? ഇപ്പോൾ പേരെന്തായിരുന്നു നമ്മുടെ? നല്ല പേരാണ് കേട്ടോ. ശ്രീ ഗണപതി നമഃ നമുക്ക് അക്ഷരങ്ങളൊക്കെ ഉള്ള നാക്കായിപ്പോ ഇവിടെ ആയിപ്പോ അല്ലേ? അക്ഷരങ്ങളൊക്കെ ഇപ്പോൾ നമ്മുടെ രക്ഷകങ്ങൾക്ക് നമ്മളെപ്പം വിളിച്ചാൽ ഓടി വരാൻ പറ്റില്ലേ? നമ്മുടെ കൈ പിടിച്ച് അതുകൊണ്ട് നമുക്ക് എല്ലാ വഴിയിലും എങ്ങനെ എന്നെ കൂടെ പഠിപ്പിക്കാൻ എങ്ങനെയാണ് പറയാമോ? ഹരി ഹരി പറയാം. ശ്രീ ശ്രീ ഗ ഗ na pa ta ye nama പറയാൻ പറ്റില്ല. അവിഘ്നം അവിഘ്നം അസ്തു അവിഘ്നം അസ്തു. അതെ അവിഘ്നം അസ്തു. തടസ്സങ്ങളൊന്നും വരാൻ പാടില്ല. എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാറുണ്ടല്ലേ? തടസ്സം വരാൻ പാടില്ല. അതൊക്കെ പറയാം. അംബിതമേ നദീതമേ ദേവിതമേ സരസ്വതി പ്രശസ്തി പ്രശസ്തി നമ്പനസ്പതി ശിവശക്തിയായി ശക്ത പ്രഭുവിതം ന ചെയ്തേവം ദേവോ നമലകുശലസ്പന്ദിനം ശ്രീ ആരോഗ്യതോ വയസ്സിലാസിയോ കേട്ടോ. വെറ്റലൊക്കെ ഉണ്ടോ? വെറ്റലൊക്കെ ആയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇവിടെ ഉണ്ടോ? രണ്ടേ കയ്യിലേക്ക് വെച്ചിട്ട് നിലത്തൊന്നും തുറന്ന് പറ്റുമോ? അവിടെ ആയുഷ്മാനോ മെഡിക്കനായിട്ട് പോയിട്ട് വരില്ലേ? പറയണം ഞാൻ മെഡിക്കനായിട്ട് വന്നിരിക്കണം. നമ്മളിവിടുന്ന് ഈ ഒരു സങ്കല്പം നമുക്ക് മനസ്സിലാക്കി നേരത്തെ വന്നിട്ടുണ്ടെന്നുള്ളത് അറിയാമായിരിക്കും. ഇവിടുന്ന് രണ്ട് വിഗ്രഹങ്ങളാണെന്നുള്ള അറിയില്ലേ? നമ്മുടെ വള്ളിയുടെ ഉള്ളിലുള്ള മൂലവിഗ്രഹം എന്ന് പറയുന്നത് അതിലേക്ക് ആ വിഗ്രഹത്തെ സങ്കല്പിച്ചാണ് നമ്മൾ ഇവിടുന്ന് ചെയ്യുന്ന ഈ വിദ്യാരംഭം പോലുള്ള സകല മാനസ പൂജകൾ എന്ന് പറയുന്നത്. അതെല്ലാം അങ്ങനെ ചെയ്യാം. നേരിട്ടുള്ള പൂജകളും ആരാധനകളൊക്കെ നമ്മൾ ആ അർച്ചന കഴിച്ച പ്രതിവിഗ്രഹത്തിലാണ് ചെയ്യുക, കാണുന്ന വിഗ്രഹം.
പക്ഷെ കാണാത്ത വിഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. അവിടെ നമ്മുടെ അറിവ് നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. നമ്മളതിനെ കാണണമെങ്കിൽ നമ്മുടെ ഈ ഉൾക്കാഴ്ച കൊണ്ടാണ് കാണുന്നത്. അത് കുട്ടികളെ സംബന്ധിച്ച് പറഞ്ഞ് മനസ്സിലാകാറാണേ ഉള്ളൂ. നമ്മളൊന്ന് തൊഴിക്കുക, ഇവിടുന്ന് ആ രൂപം ഒന്ന് സങ്കല്പിച്ചിട്ടുള്ളത് പ്രദക്ഷിണമായിട്ട് അവിടെ വന്നിട്ട് നമ്മൾ ഈ കാണുന്ന പ്രതിവിഗ്രഹത്തെ തുറന്ന കൂട്ടത്തിൽ നല്ല വെയിലാണ്. ഹരിശ്രീ ഗണപതിന്ന് ഇയാളെ കൊണ്ട് കഴിഞ്ഞാൽ നമുക്കൊക്കെ ഇല്ല. അമ്മയുടെ മുമ്പ് നമ്മളൊക്കെ കുട്ടികളാണ്. തൊഴിൽ പൊക്കോളും. ഏതെങ്കിലും ഘട്ടങ്ങളിൽ പറ്റുന്നുണ്ടെങ്കിൽ വന്നൊന്ന് തൊഴിൽ പോകും. അമ്മയോട് പറയേണ്ട കാര്യമല്ല. ഇപ്പം ഇയാൾ കൊണ്ടുവന്ന പോലെ വന്നൊന്ന് തൊഴിച്ചു കൊടുക്കും. ഞങ്ങൾ പോയിട്ട് വരികയാണ്. കഴിച്ച് ഇറങ്ങിയിട്ടുണ്ട്. ഹലോ ഗൈസ്, അവയാണ് കുട്ടപ്പഞ്ചി. എല്ലാവർക്കും സ്വാഗതം. ഞാനാണ് അമ്മയെ കൊണ്ട് ഈ ഫോക്സ് ഉണ്ടോ അതിനകത്താണ് ആ ഫ്രോക്സും ഞങ്ങളും രണ്ടുപേരും അവയെ കൊണ്ട് ഏൽപ്പിച്ചാ പോയത്.